സോ ഹേയ് ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഏപ്രിൽ 2 നമ്മുടെ ഡിസാസ്റ്റർ അസംബ്ലി നാളെ എന്തായാലും ലോഞ്ച് ആവുകയാണ്. അപ്പോൾ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡിസ്കോഡിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഡിസാസ്റ്റർ അസംബ്ലിയുടെ മാക്സിമം എല്ലാവരും ജോയിൻ ആവുക. കുറച്ച് ദിവസമായിട്ടുള്ള അപ്പോഴേക്ക് നമ്മുടെ 41 മെമ്പേഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് കയറാനുണ്ട്. സോ ഡിസ്കോഡുള്ള എല്ലാവരും കയറുക. ആൻഡ് ഏപ്രിൽ 2 9 മണിക്ക് നമ്മുടെ IP ആൻഡ് പോർട്ട് റിവീൽ ചെയ്യും. ഇതിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ പറ്റി പറയാനാണ്, പിന്നെ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും പറയാനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഓണേഴ്സും കാര്യങ്ങളും പറയുവാണെങ്കിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ഞാനും ഐക്കോണിക്കും റൈക്സറും സോളോ യൂസിയൊക്കെയാണ്. പ്രശ്നങ്ങൾ കാരണം അല്ലാണ്ട് ഞങ്ങൾ ഒഴിവാക്കിയല്ല, അവൻ തന്നെ പറഞ്ഞു, അവൻ തന്നെ പോയി. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഗൈസ്. സോ MCMR മിക്കവാറും സർവേ കളിക്കുമെന്ന് അറിയത്തില്ല. ഇതിൽ ടിസ്റ്റ് കാരണം പുള്ളി വരാനും ചാൻസ് ഉണ്ട്, അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സിനെ പറ്റി പറയാം. ഫസ്റ്റത്തെ ഫീച്ചറല്ല, ഇതൊരു സംഭവമാണ്. നമ്മുടെ ടീമിൽ 4 പേർക്കാണ് പറ്റത്തുള്ളൂ. അതായത് ഒരു ടീമിൽ 4 പേർക്ക് ജോയിൻ ആവാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ടീമെന്ന് പറയുമ്പോൾ ഞാനും സോളോ യൂസി, റൈക്സർ, പിന്നെ ഐക്കോണിക്, ഞങ്ങൾ 4 പേരും ടീമാണ് ഓൾറെഡി. അതുപോലെ നിങ്ങൾക്കും ടീമാവണമെങ്കിൽ ഒരു 4 പേര് ഒപ്പിക്കുക. 4 പേര് കുറഞ്ഞാൽ കുഴപ്പമില്ല, അതിൽ കൂടരുത്. കാരണം ഇതൊരു പീസ്ഫുള്ളാണ്. സോ അടിയും പിടിയും ഒന്നും ആക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ സർവറിൽ ജോയിൻ ആകുമ്പോൾ IP ആൻഡ് പോർട്ട് സെറ്റാക്കി ജോയിൻ ആകുമ്പോൾ ബെഡ്റോക്ക് പ്ലസ് ജാവയാണ്. പിന്നെ 24 hours ഓണാണ്. പിന്നെ കുറച്ച് ഫീച്ചർ ഞാൻ കമൻറ്റ് ബോക്സിലും പിന്നാക്കി വെച്ചേക്കാം. പിന്നെ ഒരുപാട് ഈവൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈവൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ PvP ടൂർണമെൻറ്റ്, അതുപോലെ മാൻ ഹണ്ട്, അങ്ങനെ ട്രഷർ ഹണ്ട്, എഗ് ഹണ്ട്, അങ്ങനത്തെ കുറച്ച് ഈവൻറ്റും കാര്യങ്ങളും വയ്ക്കും. സോ ഡിസ്കോഡിലാണെങ്കിലും ഇതിൽ ജോയിൻ ആയ എല്ലാവരും അതും കൂടി ഒന്ന് ജോയിൻ ആവാൻ ശ്രമിക്കുക. പിന്നെ പല പല റിവാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. ക്യാഷ് പ്രൈസ് കൊണ്ടൊന്നും അറിയത്തില്ല, പൈസ ഇറക്കണം. അപ്പോൾ നമ്മുടെ ഈ പൊട്ടനാണെങ്കിൽ നമ്മുടെ ഈ സർവറിന് ഡിസ്കോഡ് ഡിസൈൻ ചെയ്തത് ഞാനും ഈവനും പിന്നെ ഐക്കോണിക്കും ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മെയിനായിട്ട് അവൻ സഹായിച്ചത് മൈൻക്രാഫ്റ്റ് സർവർ തന്നെയാണ്. അതുകൊണ്ട് ഐക്കോണിക്കിനൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ ഇതിന് സഹായിച്ച എല്ലാവരുടെയും ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും അവരുടെ ചാനലും കൂടി ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയുവാണെങ്കിൽ കമാൻഡ്സ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ /സ്പോണിനടിക്കുമ്പോൾ നിങ്ങൾ സ്പോൺ പോയിൻറ്റിൽ പോകും. /PvP അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു PvP ഏരിയ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കമാൻഡ്സ് ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നാളത്തെ വീഡിയോയിലായിരിക്കും, അല്ലെങ്കിൽ നാളെ ലൈവ് ഇടും. അപ്പോൾ അതിലിടയ്ക്ക് അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ സംസാരിക്കാൻ പോണത്. ഇനിയും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സർവറിന്. അപ്പോൾ അടുത്തതിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ IP ആൻഡ് പോർട്ടൊക്കെ അടിച്ച് സർവറിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാവും. അതായത് ചെറിയൊരു ബിൽഡിംഗ് പോലത്തെ ഒരു സംഭവം, അതിൽ നിങ്ങൾ പുറത്തിറങ്ങണം. അപ്പോൾ ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് റൈസ് അസംബ്ലി ഒക്കെ പോലെ തന്നെ ഒരു 3 സ്കിൻസ് ഉണ്ടാവും. അവിടെ ആദ്യത്തേത് പിന്നെ സർവർ ഇൻഫോ ആണ്. സർവർ ഇൻഫോനെ പറ്റിയുള്ളതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തതിനെ പറ്റി പറയുവാണെങ്കിൽ TP ആണ് ഗൈസ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മളിത് അനാക്കി ആക്കുന്ന ഒരു ടൈം വരും, എൻഡ് വാറൊക്കെ. ആ ടൈമിൽ മാത്രമല്ല ഗൈസ്, ചില അടിപിടി ഉണ്ടാക്കുന്നവന്മാർ ഈ സർവറിലുണ്ട്. സോ നിങ്ങളാണെങ്കിൽ സർവർ കയറി കഴിയുമ്പോൾ തന്നെ ഇരുൾ അസംബ്ലി പോലെ ഓടും. നിങ്ങൾ എത്ര ഓടിക്കഴിഞ്ഞാലും നിങ്ങൾ ഓടുന്ന സ്ഥലത്തോട്ടും എനിമീസ് വരും. സോ നിങ്ങൾക്ക് റാൻഡം TP അടിച്ച് റാൻഡം സ്ഥലത്ത് സ്പോൺ ആവാം. എന്നിട്ട് അവിടെ ബേസോ അല്ലെങ്കിൽ കേവിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പോൺ പോയിന്റ് തൊട്ടടുത്ത് ബേസ് ഉണ്ടാക്കാം, കുഴപ്പമില്ല. പക്ഷേ ഡേഞ്ചറാണ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റാൻഡം TP അടിക്കാം. ഇപ്പോൾ നെതർ, പിന്നെ എൻഡ്, പിന്നെ ഓവർവേൾഡ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് TP അടിക്കാം. പിന്നീടൊരു കാര്യം പറയണം, അതൊരു മെയിൻ കാര്യമാണ്. ആൻഡ് ഇവിടം വരെ കണ്ടവരാണെങ്കിൽ ഈ കാര്യമാണ് കേൾക്കുക. നമ്മുടെ ഈ സർവർ ഇരുൾ അസംബ്ലി പോലെ ചെറിയൊരു ഫീച്ചറും കാര്യമുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ആദ്യം നെതറിലോ അല്ലെങ്കിൽ എൻഡിലോ പോകാൻ പറ്റത്തില്ല. ഒബ്സിഡിയൻ കണ്ടുപിടിച്ചാലും നമ്മളത് ലോക്കാക്കി വെച്ചേക്കുവാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളത് ഇപ്പോൾ കോപ്പറേജ് അയണേജ് പോലെ ലോക്കാക്കിയേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ നെതർ ഞങ്ങൾ ഓപ്പൺ ആക്കും. അപ്പോൾ മാത്രം നിങ്ങൾക്ക് നെതറിൽ കയറാം. അതുപോലെ എൻഡും. ആൻഡ് അതിൽ 2 കയറി കഴിഞ്ഞ് ഡ്രാഗനൊക്കെ തീർത്ത് കഴിഞ്ഞ് നടക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ എൻഡും നെതറും TP റാൻഡം അടിക്കാൻ അനുവാദം കൊടുക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് ഓവർവേൾഡിൽ എവിടെയെങ്കിലും TP അടിക്കാം. സോ അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ മൈൻക്രാഫ്റ്റ് സർവറിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഇച്ചിരി നേരം ഡിസ്കോഡിനെ പറ്റി പറയാം. ഡിസ്കോഡിൽ കയറി കഴിയുമ്പോൾ കുറേ ഈവൻറ്റും സർവർ അപ്ഡേറ്റ്സും പിന്നെ സർവർ ടോൾക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാവും. ട്രിയോ, സ്ക്വാഡ്, ഡുവോ, അങ്ങനെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡിസ്കോഡ് സർവറിൽ. പിന്നെ നമ്മുടെ സോളോ യൂസ് ചെയ്യുന്ന ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവർ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, 1 ബൂസ്റ്റ്. അതിനി നമ്മൾ ബൂസ്റ്റ് ചെയ്യും പൈസ ഇറക്കി. സോ ഇത് ഏപ്രിൽ ഫൂൾ ഒന്നുമല്ല ഗൈസ്. ഏപ്രിൽ ഫൂളിൻ്റെ ഒരു വീഡിയോ എടുക്കണം ഞാൻ വിചാരിച്ചാണ്, ബട്ട് സ്റ്റിൽ എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഏപ്രിൽ 2 9 മണിക്കാണ് ലോഞ്ചും കാര്യങ്ങളും. എല്ലാവരും കൂടെ കാണണം. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്കോഡിൽ ജോയിൻ ആകുക. അതിനകത്ത് നമ്മുടെ അപ്ഡേറ്റ്സും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതും കൂടി പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ ഫീച്ചറും കാര്യങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം തുടങ്ങിയൊരു വീഡിയോ ആയിരുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുന്നവരെ ടാറ്റാ ബൈ ബൈ.